കർണാടകയിലെ ധർമ്മസ്ഥലത്തെ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ നിരന്തരം ചെയ്തു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത മൊത്തത്തിൽ ഒരു പ്ലാൻഡ് ന്യൂസ് ആയിരുന്നു എന്ന് കേൾക്കുന്നു. അതെ, അങ്ങനെയാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. നമ്മുടെ മാധ്യമങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നില്ല. ഇപ്പോൾ 3-4 കള്ളങ്ങൾ ഇപ്പോൾ പൊളിഞ്ഞു. അത് ഓരോന്നോരോന്നായിട്ട് പറയാം നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോലീസ് ഈ JCB ഒക്കെ വെച്ചിട്ട് കുഴിമാന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ, ഈ ശുചീകരണ തൊഴിലാളി എന്ന് പറയുന്നത് കള്ളമാണ്. ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളി എന്നാണ്. അതെ, അയാൾ ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളി അല്ല സിനു, അത് പറയാം. അതുൾപ്പെടെ ധർമ്മസ്ഥലയെക്കുറിച്ച്, മഞ്ജുനാഥ ക്ഷേത്രത്തെക്കുറിച്ച്, ജൈനമത വിശ്വാസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു ക്ഷേത്രത്തെക്കുറിച്ച് ഇതുവരെ വന്നിട്ടുള്ള വാർത്തകളെല്ലാം കളവാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കെട്ടിപ്പൊക്കിയ ചീട്ടുകൊട്ടാരം തകർന്നു വീഴുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് പറയുന്നില്ല. വേറെ ഒരു തമാശ കൂടെ പറയാം. ഈ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ 100 കണക്കിന് പെൺകുട്ടികളെ കൊന്നു കുഴിച്ചു മൂടി എന്നുള്ള വാർത്ത അൽ ജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആലോചിച്ച് നോക്കൂ, അൽ ജസീറ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു അജണ്ടയുണ്ട്. ഒന്നാമത്തെ കാര്യം. ഇനി ഈ ഇതുവരെ നടന്നിട്ടുള്ള അന്വേഷണങ്ങളെക്കുറിച്ച് ഒക്കെ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പറയാം. നമ്മുടെ പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു, 2003 കസ്തൂർബ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി അനന്യ ഭട്ട് അവിടെ വന്നു, അവളെ കാണാതെ പോയി. പരാതി കൊടുത്തത് അവളുടെ അമ്മ സുജാത ഭട്ട്. പോലീസ് അന്വേഷിച്ചു. സുജാത ഭട്ട് പറഞ്ഞത്, ഞാൻ കൊൽക്കത്തയിലെ CBI ഓഫീസിലെ സ്റ്റെനോഗ്രാഫറായിരുന്നു, എൻ്റെ മകളെ കാണാനില്ല, മകളെ കണ്ടുപിടിക്കണം, അവൾ ധർമ്മസ്ഥലയിൽ വന്നിട്ട് പിന്നെ മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞ് പരാതിയുമായിട്ട് വന്നു. പരാതിയിൽ അന്വേഷണം നടത്തി ഇപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങൾ ആദ്യം പറയാം. അപ്പോൾ ഈ അടുത്ത കാലത്തും അനന്യ ഭട്ടവടെ എന്ന് ചോദിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും ഒക്കെ വിവാദമുണ്ടാക്കിയത്. അതെ, ഇപ്പോൾ കർണാടക പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അനന്യ ഭട്ടിന്റെ കേസ് അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ ആദ്യം പറയാം. അനന്യ ഭട്ട് എന്ന് ഒരാളില്ല. അപ്പോൾ അമ്മ പറഞ്ഞത് കള്ളം. കാരണം മണിപ്പാലിൽ 2 മെഡിക്കൽ കോളേജുകളുള്ളത്, കസ്തൂർബ മെഡിക്കൽ കോളേജും മറ്റൊരു മെഡിക്കൽ കോളേജും. പരാതി കിട്ടി. ഈ പറയുന്ന കാലയളവിൽ ഇങ്ങനൊരു അനന്യ ഭട്ട് എന്ന് പറയുന്ന പെൺകുട്ടി കസ്തൂർബ മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്നോ എന്ന് അന്വേഷിച്ചു. അങ്ങനൊരു പെൺകുട്ടി പഠിച്ചിട്ടില്ല. സുജാത ഭട്ടിൻ്റെയും അനിൽ ഭട്ട് എന്ന് പറയുന്ന മരിച്ചുപോയ സുജാത ഭട്ടിൻ്റെ ഭർത്താവിൻ്റെയും മകളായിട്ട് പേരൻസായിട്ട് ഒരു അനന്യ ഭട്ട് കസ്തൂർബ മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ടില്ല. പോലീസ് അപ്പോൾ എന്ത് ചെയ്തു, എന്നാൽ പിന്നെ മറ്റൊരു മെഡിക്കൽ കോളേജുണ്ട്, അവിടെ കൂടെ അന്വേഷിക്കാമെന്ന് വെച്ചാൽ അവിടുത്തെ റെക്കോർഡിലും അനന്യ ഭട്ട് എന്നൊരു പേരില്ല. അപ്പോൾ ഈ സുജാത ഭട്ടിനെ വിളിച്ചിട്ട് കർണാടകയിലെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ പോലീസ് സംഘം ആവശ്യപ്പെട്ടൊരു കാര്യം അനന്യ ഭട്ടിൻ്റെ SSLC റെക്കോർഡ്സ്, +2 ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരാൻ പറഞ്ഞു. ഉടനെ അനന്യ ഭട്ട് പറഞ്ഞു, അതെൻ്റെ വീടിന് തീ പിടിച്ചപ്പോൾ ഇതെല്ലാം കൂടെ കത്തിപ്പോയി. അമ്മ പറയുകയാണ്. ശരി, അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ 2003 ഈ മെഡിക്കൽ കോളേജിൽ അനന്യ ഭട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ കൊൽക്കത്തയിൽ CBI സ്റ്റെനോഗ്രാഫറായിട്ട് ജോലി ചെയ്യായിരുന്നു. CBIയുടെ പക്കൽ നിന്ന് കർണാടക പോലീസ് ഡോക്യുമെൻറ്റ്സ് ആവശ്യപ്പെട്ടു. കൊൽക്കത്തയിൽ നിന്നല്ല, ഇന്ത്യയിലെ ഒരു CBI ഓഫീസിലും സുജാത ഭട്ട് എന്ന് പറയുന്ന ഒരു ജീവനക്കാരി, ഒരു സ്റ്റെനോഗ്രാഫർ ഉണ്ടായിരുന്നില്ല. എങ്ങനെയുണ്ട്? നിഗൂഢതയാണല്ലോ. അപ്പോൾ ഇവർ CBIയിലെ ജീവനക്കാരി ആയിരുന്നു എന്ന് പറയുന്ന വിവരം വ്യാജം. മാത്രമല്ല, പോലീസിന് ലഭ്യമായ രേഖകൾ വെച്ച് സുജാത ഭട്ട് എന്ന് പറയുന്ന അനന്യ ഭട്ട് എന്നൊരു മകളുണ്ടെന്ന് പറയുന്ന സ്ത്രീയുടെ വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ് പഠിച്ചാൽ CBIയിൽ സ്റ്റെനോഗ്രാഫർ ആകാൻ പറ്റില്ല, അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയില്ല. അപ്പോൾ CBIയും പറഞ്ഞു, ഞങ്ങൾക്ക് സുജാത ഭട്ടിനെ അറിയില്ല. ഇനി ഇവരുടെ രേഖകൾ പരിശോധിച്ചു. അവർ ബാംഗ്ലൂരിലെ പത്മനാഭ നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അവിടെ വീട് വാടകയ്ക്ക് എടുക്കാൻ ഒരു വാടക കരാർ ഉണ്ടാക്കിയിരുന്നു. വാടക കരാറിൽ പറയുന്നത് ഇവരുടെ ഭർത്താവിൻ്റെ പേര് പ്രഭാകര റാവു എന്നാണ്. ഇവർ പറയുന്നത് അനിൽ ഭട്ട് എന്നാണ് തൻ്റെ ഭർത്താവിൻ്റെ പേര്. പക്ഷേ വാടക കരാറിൽ പ്രഭാകര റാവു എന്നാണ്. ഇവരുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചു. ബാങ്ക് അക്കൗണ്ടിലും അവരുടെ നോമിനിയായിട്ട് വെച്ചിരിക്കുന്ന ഭർത്താവിൻ്റെ പേര്
പ്രഭാകര റാവു ആണ്. അപ്പോൾ ആരാണ് ഈ അനിൽ ഭട്ട്? എന്നും സംശയമാണ്. മൊത്തത്തിൽ ദുരൂഹതയല്ലേ മൊത്തം? അതായത് ഒരു സ്ത്രീ വന്നിട്ട് തനിക്ക് അനന്യ ഭട്ട് എന്നൊരു മകളുണ്ടെന്നും താൻ CBI ഓഫീസിലെ സ്റ്റെനോഗ്രാഫറാണെന്നും പറയുന്നു. അവൾ കസ്തൂർബാ മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്നു. എന്നിട്ട് ഇവള് ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ പോയി അന്ന് മുതൽ ഇവിടെ കാണാനില്ല എന്ന് പറയുന്നു. അപ്പോൾ അന്വേഷിച്ച് വന്നപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഫേക്ക്, എല്ലാം വ്യാജം എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് ഇവരുടെ ഈ സുജാത ഭട്ടിൻ്റെ കുടുംബത്തെ തേടി കർണാടക പ്രത്യേക അന്വേഷണ സംഘം പോയി. അപ്പോഴാണ് അറിയുന്നത് ഈ സുജാത ഭട്ട് എവിടെയാണെന്ന് ആ കുടുംബത്തിനൊരു വിവരവും ഉണ്ടായിരുന്നില്ല. അവർ കരുതിയിരുന്നത് സുജാത ഭട്ട് മരിച്ചുപോയി എന്നാണ്. കുടുംബം ഞങ്ങൾ സഹോദരൻ പറയുന്നു, ഞങ്ങൾക്കറിയില്ല ഇവിടെ ഉണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ, എത്രയോ വർഷമായി. ഇവൾക്കൊരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു, വീട്ടുകാരുടെ ഒന്നും പൊരുത്തപ്പെടുന്ന സ്വഭാവമായിരുന്നില്ല. ഇവൾ വീട് വിട്ടുപോയി. ഞങ്ങൾ കരുതിയിരുന്നത് ഇവൾ മരിച്ചുപോയി എന്നാണ്. ഇവൾ തൻ്റെ മകൾ അനന്യ ഭട്ട് ധർമ്മസ്ഥലയിൽ പോയി കാണാതായി എന്ന് പറഞ്ഞ് വാർത്തകൾ വന്നതിന് ശേഷമാണ് തങ്ങളുടെ സഹോദരി ജീവിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങളാരും ഇവളെക്കുറിച്ച് കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അനന്യ ഭട്ട് എന്നൊരു മകൾ ഇവൾക്കുണ്ടോ എന്നും അറിയില്ല. മാത്രമല്ല, ഇവരുടെ സഹോദരൻ പറയുന്നത് ഇവൾ വർഷങ്ങൾക്ക് മുമ്പ് മാവോയിസ്റ്റ് സംഘടനയുടെ ഭാഗമായിട്ട് നാട് വിട്ടുപോയി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. ബീഹാറിലോ എവിടെയൊക്കെ മാവോവാദി സംഘടനകളുടെ ഭാഗമായി പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് ഞങ്ങളുടെ വിവരം. ഒരുപക്ഷെ ഏറ്റുമുട്ടലിലോ എല്ലാം പോലീസ് CRPFൻ്റെ ഒക്കെ ആക്ഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ അവളും കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇപ്പോൾ ഈ വിവാദമുണ്ടായപ്പോഴാണ് സുജാത ഭട്ട് ജീവിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് സുജാത ഭട്ടിൻ്റെ കുടുംബാംഗങ്ങൾ പോലീസിനോട് പറയുന്നു. ഇതാണ് അനന്യ ഭട്ട് കേസിൻ്റെ അന്വേഷണത്തിൻ്റെ വിവരം. നമ്മുടെ മാധ്യമങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ, അൽ ജസീറ വന്നിട്ടില്ലല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം 13 പോയിന്റുകൾ ഇയാൾ കാണിച്ചു കൊടുത്തു അല്ലേ? 13 പോയിന്റുകൾ കാണിച്ചു കൊടുത്തിട്ട് അവിടെയൊക്കെ തപ്പി 13ാമത്തെ പോയിന്റ് കന്യാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ നേത്രാവതി നദിയുടെ തീരത്തുള്ള പോയിന്റ് എല്ലാം പരിശോധിച്ചു. 1-2 അസ്ഥികഷ്ണം കിട്ടി. അസ്ഥികഷ്ണം ഈ പറഞ്ഞ പോലെ ആളുകളെ നിരാശപ്പെടുത്തുമാറ് ഒരു പുരുഷൻ്റെ ആയിരുന്നു. പുരുഷൻ്റെ എല്ലിൻ്റെ 2 കഷ്ണമാണ് കിട്ടിയത്. 2 പോയിന്റിൽ നിന്ന് 2 അസ്ഥികഷ്ണങ്ങൾ കിട്ടി. ശരി, ബാക്കിയുള്ള സ്ഥലങ്ങളിലോ? അപ്പോൾ ഇയാൾ പറഞ്ഞ ഈ കന്യാടി എന്ന് പറയുന്ന സ്ഥലത്തെ 13ാമത്തെ പോയിന്റ്, അവസാനത്തെ പോയിന്റും കുഴിച്ചു. അവിടെ നിന്നൊന്നും കിട്ടിയില്ല. അപ്പോൾ അവിടെ ഈ കുഴിക്കൽ നടക്കുന്നത് വലിയ തോതിലുള്ള യന്ത്രസന്നാഹങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഏതാണ്ട് 180 അടി വരെ കുഴിച്ചു. ഒരു സ്ഥലത്ത് ഡാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മണ്ണ് വാരി കൂട്ടിയിട്ടിരുന്നു. ഡാം ഉണ്ടാക്കിയപ്പോൾ മണ്ണ്, അപ്പോൾ അതിൻ്റെ അടി കാണുമെന്ന് പറഞ്ഞിട്ട് കുഴിച്ചു 180 അടി വരെ കുഴിച്ചു. അങ്ങനെ കുഴിച്ചിട്ടും എന്ത് കിട്ടുന്നില്ല? ഒന്നും കിട്ടുന്നു. ഇയാൾ പറഞ്ഞ 13 പോയിന്റുകളും കുഴിച്ചു കഴിഞ്ഞിട്ട് കിട്ടിയത് പുരുഷൻ്റേതെന്ന് പറയുന്ന 3-4 അസ്ഥി കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആദ്യം എന്താ പറഞ്ഞ് 100 കണക്കിന് മൃതശരീരങ്ങൾ ഞാൻ കുഴിച്ചിട്ടു, പിന്നെ പറഞ്ഞ് 200ഓളം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിൽ 300 വരെയാക്കി. ഇപ്പോൾ അയാൾ ഏറ്റവും അവസാനം പറഞ്ഞതെന്നറിയാമോ? ഞാൻ 70 ശവശരീരങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നു എന്നാണ് ഈ ശുചീകരണ തൊഴിലാളി പറയുന്നത്. നിലപാട് മാറി വരികയാണ്. ഇനി അടുത്ത കാര്യം, മാധ്യമങ്ങൾ പറയുന്നുണ്ടല്ലോ ശുചീകരണ തൊഴിലാളിയാണെന്ന്. ശുചീകരണ തൊഴിലാളി അല്ല സിനു. കാരണം ക്ഷേത്രത്തിലെ ശുചീകരണത്തിൻ്റെ വർക്ക്, ആ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നേത്രാവതി നദീതീരം വൃത്തിയാക്കുന്ന ജോലി ക്ഷേത്ര ട്രസ്റ്റ് സ്വകാര്യ വ്യക്തികൾക്ക് ലേലത്തിൽ കൊടുത്തിരുന്നു. ടെൻഡർ എടുത്ത് കോൺട്രാക്റ്റ് കൊടുത്തിരുന്നു. ഈ കോൺട്രാക്റ്റ് പിടിച്ച ആളാണ് ഈ പറയുന്ന പരാതിക്കാരൻ, പുറംകരാറുകാരൻ. അയാളെ നമ്മുടെ മാധ്യമങ്ങൾ വിളിക്കുന്നത് എന്താ? ക്ഷേത്ര ജീവനക്കാരൻ അല്ല സാർ. ധർമ്മസ്ഥല ക്ഷേത്രത്തിൻ്റെ സാനിറ്റേഷൻ വർക്ക് പുറം കരാർ കൊടുത്ത് കരാർ പിടിച്ച ആളാണ്. പേര് വെളിപ്പെടുത്തരുതെന്ന് കോടതി പറഞ്ഞതുകൊണ്ട് നമ്മൾ പേര് പറയാത്ത ആൾ. പേര് പറയുമ്പോൾ അത് വലിയൊരു ബോംബാണ്. കാരണം അയാളൊരു ഹിന്ദു അല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇയാളെ എന്ത് ചെയ്തു? ഈ കരാർ എടുത്തതിന് ശേഷം ഇയാൾ വലിയ തോതിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് ഇയാളെ കരാറിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അങ്ങനെയാണ് ഇയാൾ നാട് വിട്ടുപോയത്, ജോലി നഷ്ടപ്പെട്ടു പോയത്. അയാളിപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ പെട്ടെന്നൊരു സുജാത ഭട്ട് വരുന്നു. മുമ്പ് അവിടെ കരാർ എടുത്തിരുന്ന ആൾ ഒരു 15 വർഷം കഴിഞ്ഞ് കരാറുകാരൻ വരുന്നു. ഇനി തീർന്നില്ല. ഇനി മഹേഷ് റെഡ്ഡി തിമ്മറോടി എന്നൊരു കഥാപാത്രമുണ്ട്. അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് കഴുത്തിലൊരു കാവി ഷോളൊക്കെ വിരിച്ച് നടക്കുന്ന ഒരാളാണ്. പഴയ ഒരു ബജറംഗ ദളുകാരനാണ് എന്നാണ് എൻ്റെ അറിവ്. കൃത്യമായിട്ട് അറിയില്ല. ഒരു ഹിന്ദു സംഘടനയൊക്കെ ആയിട്ട് പ്രവർത്തിച്ച ആൾ. ഇപ്പോഴും ഹിന്ദു സംഘടനയുടെ ആളാണ് താനെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കാവി ഷോളും പുതച്ച് കിടക്കുന്ന ആൾ. ഇയാൾ ആ പ്രദേശത്തെ ഏറ്റവും വലിയൊരു റിയൽ എസ്റ്റേറ്റുകാരനായിരുന്നു.
ധർമ്മസ്ഥല ക്ഷേത്രത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഭൂമി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് പലരോടും ഇയാൾ വസ്തു വാങ്ങാനുള്ള അഡ്വാൻസ് വാങ്ങും, ഭൂമി കച്ചവടത്തിന് വേണ്ടിയിട്ട് ക്ഷേത്രം വാങ്ങും എന്ന് പറഞ്ഞ് മേടിക്കും. ഇങ്ങനെ ഇയാൾ വലിയ തോതിൽ ഭൂമി ഇടപാടുകൾ ക്ഷേത്രത്തിൻ്റെ പേരിൽ നടക്കുന്നു എന്നറിഞ്ഞ് ക്ഷേത്രം ഇയാളെ പരസ്യമായി തള്ളിപ്പറഞ്ഞു. അയാൾ പ്രവർത്തിച്ചിരുന്ന ഹിന്ദു സംഘടനകൾ പുറത്താക്കി. അപ്പോൾ ഈ ഭൂമി ഇടപാടിൽ മഹേഷ് റെഡ്ഡി തിമ്മറോഡിക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി. ക്ഷേത്രം ഇയാൾക്കിട്ട് പാര വെച്ച് ഇയാളുടെ റിയൽ എസ്റ്റേറ്റ് സംവിധാനം തകർന്നുപോയി. അന്നു മുതൽ ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റിനെതിരെ നിരന്തരം പ്രചരണം നടത്തുന്ന ഒരാളാണ് മഹേഷ് റെഡ്ഡി തിമ്മറോഡി. ഈ തിമ്മറോഡിയാണ് ഈ വിവാദങ്ങൾ കത്തിച്ചു മൂപ്പിച്ച ഒരാൾ. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ. രണ്ടാമത്തത്, ആ മേഖലയിൽ ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റ് മറ്റൊന്ന് ചെയ്തു. ആ മേഖലയിൽ വലിയ തോതിൽ മദ്യത്തിൻ്റെയൊക്കെ സ്വാധീനം വന്നപ്പോൾ നിയമവിരുദ്ധ മദ്യവിൽപ്പനയ്ക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ച് വലിയ പ്രകടനങ്ങൾ, രാത്രിയിൽ പന്തം കൊളുത്തി പ്രകടനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടത്തി. ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പിന്തുണയോടെ ആ നാട്ടിൽ നടന്നു. വ്യാജ മദ്യ ലോബി വലിയ തോതിൽ ക്ഷേത്ര ഭാരവാഹികൾക്കെതിരായി. തീർന്നില്ല. അവിടെ ഈ ക്ഷേത്രത്തിന് ചുറ്റും ബെൽത്തങ്ങാടി പ്രദേശം, ബെൽത്തങ്ങാടി എന്നൊക്കെ പറയുന്ന സ്ഥലം വലിയ തോതിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ ക്ഷേത്രത്തിനെതിരെ നിരന്തരമായ പലതരത്തിലുള്ള ആക്രമണങ്ങളുണ്ടായി. ബെൽത്തങ്ങാടിക്കാർക്ക് തങ്ങളുടെ മൂക്കിന് താഴെ ഇത്രയും വലിയൊരു കൂറ്റൻ ഹിന്ദു ക്ഷേത്രം പ്രവർത്തിക്കുന്നതിനോട് അസ്വസ്ഥത ഉണ്ടായിരുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. ചുമ്മാ അതല്ല അൽ ജസീറയിൽ വാർത്ത വന്നത്. മനസ്സിലായില്ലേ? ലിങ്ക് കറക്റ്റാണ്. അപ്പോൾ അതിനുശേഷം അവിടെ സംഭവിച്ചതെന്നറിയോ? അവിടെ വലിയ തോതിൽ ബെൽത്തങ്ങാടി മേഖലയിലുള്ള കുറേ ആളുകൾ, ധർമ്മസ്ഥലയിൽ ചുറ്റും താമസിക്കുന്ന ആളുകൾ, അവിടുത്തെ കച്ചവടക്കാർ, അവിടുത്തെ സ്ത്രീകൾ, ഇവരെയൊക്കെ വലിയ തോതിൽ ബ്ലേഡ് പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. അവർ വലിയ കടക്കണിയിലായി ധർമ്മസ്ഥല പ്രദേശത്തുള്ള ഹിന്ദു കുടുംബങ്ങൾ. അപ്പോൾ ക്ഷേത്ര ട്രസ്റ്റ് തീരുമാനിച്ചു, അവരൊരു സംഘടനയുണ്ടാക്കി, ശ്രീ ക്ഷേത്ര ധർമ്മസ്ഥല റൂറൽ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ്, SKDRDP. അതായത് ശ്രീ ക്ഷേത്ര ധർമ്മസ്ഥല റൂറൽ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ്. അവരെന്ത് ചെയ്യുന്നറിയോ? വനിതകളുടെ ചെറിയ ചെറിയ കൂട്ടായ്മകളുണ്ടാക്കി, സ്വയം സഹായ സംഘങ്ങളുണ്ടാക്കി, സ്ത്രീകൾക്ക് പലിശരഹിത വായ്പ കൊടുത്തു തുടങ്ങി. ശ്രദ്ധിക്കണം, പലിശരഹിത വായ്പ. അവർ 6,21,401, നോക്കണം, 6,21,401 സ്വയം സഹായ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. ഒരു ഗ്രൂപ്പിൽ 10 വെച്ചാണെങ്കിൽ 60 ലക്ഷം ആളുകൾ അല്ലേ? അത്രയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ആ തുക കേട്ട് നിങ്ങൾ ഞെട്ടരുത്. 52,42,471 രൂപ SKDRDP പ്രൊജക്റ്റ് വഴി സ്ത്രീകൾക്ക് വായ്പ കൊടുത്തു. നോക്കൂ, 52,42,471 രൂപ. ഈ ക്ഷേത്രത്തിൻ്റെ കീഴിലുള്ള ഒരു പ്രൊജക്റ്റ് സാധാരണപ്പെട്ട സ്ത്രീകളെ സഹായിക്കാൻ വേണ്ടി ലോൺ കൊടുത്തപ്പോൾ വലിയ തോതിൽ അവിടെ ധനകാര്യ ബിസിനസ് നടത്തിയിട്ടുണ്ടായിരുന്ന ബ്ലേഡ് മാഫിയ തകർന്നടിഞ്ഞു. ഈ SKRDFന് ഇതുവരെ ലോൺ കൊടുത്തിരിക്കുന്നത് എത്രയാണെന്നറിയാമോ? മൊത്തം ലോൺ കൊടുത്തിരിക്കുന്നത് ഈ തുകയാണ്. അതുകൂടാതെ ആളുകൾ SKDRDPയിൽ പൈസ നിക്ഷേപിക്കുന്നുണ്ട്. നിക്ഷേപം എന്ന് പറഞ്ഞാൽ 3,487 കോടി രൂപ ആ നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകൾ ഈ സ്ഥാപനത്തിൽ നിക്ഷേപമായും കൊടുത്തിട്ടൊരു ബാങ്കിങ് സ്ഥാപനമായിട്ട് ഇത് മാറി. സ്ത്രീകൾ പണം നിക്ഷേപിക്കുന്നു, സ്ത്രീകൾക്ക് നിക്ഷേപങ്ങൾ പലിശരഹിത വായ്പ കൊടുക്കുന്നു. അങ്ങനെ ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ വരുന്നവർക്ക് സൗജന്യ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, താമസസ്ഥലം കൊടുക്കുന്നുണ്ട്, ചുറ്റുപാടുമുള്ളവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട്, മദ്യത്തിനെതിരെ മയക്കുമരുന്നിനെതിരെ നിലപാടെടുക്കുന്നു, ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭൂമി അനധികൃതമായി വാങ്ങാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുത്തുന്നു. ധർമ്മസ്ഥല പ്രദേശത്തെ ധർമ്മസ്ഥല ക്ഷേത്രം, ധർമ്മസ്ഥല ഇപ്പോൾ ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിന് ചുറ്റുമുള്ള ഒരു പ്രദേശമാണ്. അതുപോലെ ധർമ്മസ്ഥല എന്ന് പറയുന്നത് ഒരു ക്ഷേത്രം മാത്രമല്ല, ക്ഷേത്രത്തിന് ചുറ്റുമുള്ളൊരു ടൗൺഷിപ്പാണ്. ആ പ്രദേശത്തെ ജനങ്ങളെ ആകെ ശാക്തീകരിക്കുന്നു. ഒപ്പം മതം മാറ്റ ലോബികളെ വലിയ തോതിൽ ഇവർ പരാജയപ്പെടുന്നു. കാരണം ഇവർക്ക് പണം കൊടുത്തും പ്രലോഭനം കൊടുത്തും വലിയ തോതിൽ ഹിന്ദു മതത്തിൽ നിന്ന് മതം മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘടിത ശക്തികൾക്ക് ധർമ്മസ്ഥലയിൽ പ്രവേശനമില്ലാണ്ടായി.
അപ്പോൾ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട താമസം ഇവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ, റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ, മദ്യം, വ്യാജമദ്യ ലോബി, ഇവരെല്ലാം കൂടെ ചേർന്ന്, കൂട്ടത്തിൽ സുജാത ഭട്ടിനെ പോലുള്ള മാവോവാദികൾ ഇവരും കൂടെ ചേർന്ന് നടത്തിയ ഒരു ഓപ്പറേഷനാണ് ധർമ്മസ്ഥലയുടെ പേരിലുള്ള ഫേക്ക് വാർത്തകൾ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഏതായാലും അന്വേഷണം നടക്കട്ടെ. പോലീസ് അന്വേഷണം തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും കള്ളം, ഈ പറഞ്ഞ ശുചീകരണ തൊഴിലാളി എന്ന് അവകാശപ്പെടുന്ന കോൺട്രാക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു. അവിടെ വേറൊരു കാര്യമുണ്ട്. അവിടെ ഇടയ്ക്ക് ഈ മറ്റേ ശിരൂരിൽ ലോറി പോയ, അർജുനൻ്റെ ലോറി പഴയ പോയപ്പോൾ ലോറിയുടെ ഉടമയായ മനാഫ് ചില ഇടപെടലുകൾ നടത്തിയിരുന്നത്. ഈ മനാഫായിരുന്നു ഇവിടുത്തെ സമരത്തിന്റെ നേതാവ്. അന്ന് നമ്മൾ വാർത്ത ചെയ്തു മനാഫിന് എന്താണ് കരുത്. ഇപ്പൊ മനാഫ് അവിടെ സ്ഥലം വിട്ടു. മനാഫ് പറഞ്ഞ് ധർമ്മസ്ഥലയിലെ കാര്യങ്ങൾ ധർമ്മസ്ഥലക്കാരെ നോക്കട്ടെ, ഞാൻ പോകാമെന്ന് പറഞ്ഞ ആൾ സ്ഥലം വിട്ടു എന്നാണ് കേൾക്കുന്നത്. അതാണ് ധർമ്മസ്ഥലയിൽ നിന്നുള്ള നമ്മുടെ ചില കോൺടാക്ട് പോയിന്റുകളിൽ നമുക്ക് കിട്ടി വരും. ഏതായാലും ധർമ്മസ്ഥലയെ കത്തിച്ചു നിർത്താൻ ഇവിടുത്തെ ഒരു പറ്റം മാധ്യമങ്ങൾ നിരന്തരം ഉപയോഗിച്ച പേരായിരുന്നു അനന്യ ഭട്ട്. അനന്യ ഭട്ട് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ ഇല്ലായിരുന്നു എന്നിപ്പോൾ അന്വേഷണത്തിൽ ബോധ്യമായി കഴിഞ്ഞു. രണ്ടാമത്തത്, ഏറ്റവും പ്രധാനപ്പെട്ട, ഇയാൾ ശുചീകരണ തൊഴിലാളിയല്ല. ഇയാൾ ശുചീകരണ ജോലി കരാറെടുത്ത ഒരു അന്യമതസ്ഥനായിരുന്നു എന്നതും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇനി ഈ അന്വേഷണമൊക്കെ കഴിയുമ്പോൾ ഇയാളുടെ ഒറിജിനൽ പേര് പുറത്ത് പറയാവുന്ന ഒരു ഘട്ടം വരും. അപ്പോൾ ബാക്കി കഥ നമുക്ക് അപ്പോൾ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.